പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസീദാസന്മാരെ, ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നെ വിമർശിക്കുന്നതായി ഞാൻ ഒരിക്കലും കണക്കാക്കുകയില്ല. നാം ഒന്നിച്ച് ദൈവവചനം പഠിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ചോദിക്കാം. ഇന്നലെ ദൈവദാസൻ സംസാരിച്ചപ്പോൾ പുത്തനാം യെരൂശലേമിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്നലെ സംസാരിച്ചത് സ്വർഗരാജ്യത്തിലെ ദൈവ മക്കളെ കടന്നു ചെല്ലും കാണും എന്ന വിഷയം പറയാനിടയായി തീർന്നല്ലോ. എങ്ങനെയുള്ളവരാണ് പുത്തനാം യെരൂശലേമിൽ എത്തിച്ചേരുന്നത് എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യം കാണുക, കടക്കുക അഥവാ പ്രവേശിക്കുക, അവകാശമാക്കുക. അവകാശമാക്കുന്നതിന് നമ്മുടെ ജഡത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും ജയിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവസഭ ആത്മീകമായി സിയോനിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:6 വായിക്കുന്നത്, നാം സ്വർഗസ്ഥലത്ത് ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. സിയോനിൽ വന്നിരിക്കുകയാണെങ്കിലും സിയോനിലുള്ള പ്രധാന ഭാഗമായ പുതിയ യെരൂശലേമിൽ ആയിത്തീരണമെങ്കിൽ, പുതിയ യെരൂശലേമിൻ്റെ കല്ലുകളായി തീരണമെങ്കിൽ നാം ഈ ലോകത്തെയും നമ്മുടെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെയും പൂർണ്ണമായി ജയിച്ചേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് സിയോനിൽ വെച്ചുകൊണ്ട് നമ്മളെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ വചനം ഓരോ പ്രാവശ്യം കേൾക്കും തോറും നമ്മെ തന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടി? നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനല്ല, അത് ഉണ്ട്. എന്നാൽ വാസ്തവമായി ദൈവത്തോടുകൂടെ നിത്യമായി പാർക്കുവാനുള്ള ഒരു കൂട്ടത്തെ ഒരുക്കി കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവത്തെ സ്വർഗത്തിൽ ആരാധിപ്പാൻ ധാരാളം ദൂതന്മാരുണ്ട്. നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിലും നമ്മളെ ആരാധിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തതല്ല. നാം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആരാധിക്കുന്നു. എന്നാൽ യേശുവിനെ പോലെ കർത്താവായ യഹോവയായ ദൈവത്തെ പോലെ ആയിത്തീർന്നിട്ട് അവനോടുകൂടെ വസിച്ചുകൊണ്ട് ഇനിയുമുള്ള പുതിയ യുഗം, അതെത്ര കോടി വർഷങ്ങളാണെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. എന്നാൽ നിത്യയുഗമാണെന്നറിയാം. ആ യുഗത്തിൽ യഹോവയായ ദൈവത്തോടുകൂടെ രാജാക്കന്മാരായി വാഴുവാൻ ഒരു കൂട്ടം ആളുകളെയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാണ് പരിശുദ്ധാത്മാവിനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നാം രാജാക്കന്മാരായി തീരണം. അതിന് നമ്മുടെ ഈ ജഡീക സ്വഭാവങ്ങൾ, ജഡീക ആഗ്രഹങ്ങൾ, ഈ മണ്ണിനോടുള്ള പറ്റുമാനം, വലിയ പേര്, മറ്റുള്ളതെല്ലാം വെടിയുന്നവരാണ്. എന്തുകൊണ്ട് വെടിയണം? ഇതെല്ലാം താൽക്കാലികമാണ്. ഈ ജഡത്തിൻ്റെ സുഖങ്ങൾക്കനുസരിച്ച് പോകുന്നത്, നല്ല പേരിനനുസരിച്ച് പോകുന്നത്, ഇവിടെ സമ്പത്തുകൾ, ഇതെല്ലാം താൽക്കാലികമാണ്. ആ താൽക്കാലികമായത് മറന്നിട്ട് നിത്യമായത്, അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിന് ഈ ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളായിരുന്നു വാഗ്ദാനം ചെയ്തത്, കനാൻ ദേശം. എന്നാൽ ദൈവത്തോടുകൂടെ തുടർന്ന് സമ്പർക്കം നടത്തിക്കൊണ്ടിരുന്നതിനാൽ കനാനിലെത്തിയ ശേഷവും വീണ്ടും അബ്രഹാം പരദേശിയായി കൂടാരങ്ങളിൽ തന്നെ പാർക്കുകയാണ്. കനാനിൽ ചെന്നിട്ട് തനിക്ക് വീട് പണിയാമായിരുന്നു. എന്നിട്ടും എൻ്റെ യാത്ര തീർന്നിട്ടില്ല. ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിനെ നോക്കിക്കൊണ്ട് കൂടാരങ്ങൾ തൻ്റെ മക്കളും കൊച്ചുമക്കളാകുന്ന ഇസാക്കിനോട് യാക്കോബിനോട് പാർത്തുകൊണ്ടിരുന്നു. അവർക്ക് ആ ലക്ഷ്യം ലഭിക്കാനിടയായി. അതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുക നാം പുതിയ യെരൂശലേമിൻ്റെ അവകാശികളായി തീരണമെങ്കിൽ ഓരോ പ്രതികൂലങ്ങളിൽ കൂടെ കർത്താവ് നമ്മളോട് ഇടപെടുമ്പോൾ, നിന്റെ ഹിതത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, എൻ്റെ ഹിതമല്ല കർത്താവേ, നിന്റെ ഹിതത്തിനു വേണ്ടി സമർപ്പിക്കുന്നു. ഉദാഹരണമായി, മക്കൾ വളരെ ദീനമായി, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് കർത്താവ് തന്ന കുഞ്ഞുങ്ങൾ വളരെ ദീനമായ രോഗമായ അവസ്ഥയിൽ, മരിക്കുന്ന അവസ്ഥയിൽ കിടക്കുന്നു. ആദ്യമായി വരുമ്പോൾ ഭയമൊക്കെ ഉണ്ടാകും. എന്നാൽ കുറച്ച് നാൾ കർത്താവിൻ്റെ പരിശോധന കളരിയിൽ അഭ്യസിച്ചവർക്ക് പിന്നെ ആ ഭാരം മാറിയിട്ട്, കർത്താവെ, കുഞ്ഞിനെ വിളിക്കുകയാണ് നിൻ്റെ ഹിതമെങ്കിൽ അതിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, അഥവാ കുഞ്ഞിനെ എൻ്റെ കൂടെ തരികയാണെങ്കിൽ സമർപ്പിച്ച്, ഞാൻ നിന്നോട് ആ കാര്യത്തിൽ ഒന്നും ചോദിക്കുകയില്ല, നിൻ്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട എന്നുള്ള സമർപ്പണത്തിലേക്ക് നാം കടന്നു വരും. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ സമർപ്പണത്തിന് ആയിത്തീരുമ്പോഴാണ്
ദൈവത്തോടുകൂടെ ചേർന്ന് പുതിയ യെരൂശലേമിൽ വാഴുവാൻ യോഗ്യരായിത്തീരുന്നത്. അതുകൊണ്ട് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ അകത്തെയുള്ള നമ്മുടെ ഇഷ്ടങ്ങളാണ് വെളിപ്പെടുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളാണ് വെളിപ്പെടുന്നത്, നമ്മുടെ വേദനകളാണ് വെളിപ്പെടുന്നത്, നമ്മുടെ ആഗ്രഹങ്ങളാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു നാശം വരുമ്പോൾ, ഒരു നഷ്ടം വരുമ്പോൾ, ഒരാൾ ഉപദ്രവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളിലൂടെ ആ ജഡീക ആഗ്രഹം വെളിപ്പെടുമ്പോൾ കർത്താവേ ഇതെന്തുകൊണ്ട് പറ്റി? എന്നാൽ ദൈവമക്കളിൽ അഭ്യാസം പ്രാപിച്ചവർ, സഹിച്ച് സഹിഷ്ണുത പ്രാപിച്ചവർ, കർത്താവേ എന്നിൽ ഈ കുറവുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. അയൽവക്കക്കാരൻ വഴക്കുണ്ടാക്കിയപ്പോഴാണല്ലോ എനിക്ക് ഈ ലോകത്തോട്, വസ്തുവിനോടുള്ള ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായത്. കർത്താവേ ഈ ആഗ്രഹം എന്നിൽ നിന്ന് മാറ്റണമേ. നമുക്കിപ്പോൾ എല്ലാവർക്കും ഈ റിമോട്ട് കൊണ്ട് TV ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. TV ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റിമോട്ട് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ചാനൽ ഓൺ ആകുന്നത് പോലെ വെളിയിൽ നിന്ന് സാത്താൻ്റെ തീയമ്പുകൾ നമ്മളിലേക്ക് അടിക്കുമ്പോൾ നമ്മളിലുള്ളതായ ജഡീക മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ വെളിയിൽ വരുവാനിടയാകും. അതിന് കർത്താവ് അനുവദിക്കുന്നു. അത് വെളിയിൽ വരുമ്പോൾ കർത്താവേ ഈ സ്വഭാവം എന്നിലുണ്ട്, ഇത് നിന്റെ വചനപ്രകാരമല്ലല്ലോ, ഇതിനെ ഞാൻ സമർപ്പിക്കുന്നു, ഇതിനെ ജയിക്കുവാൻ ഈ കൃപ തരണമേ. അങ്ങനെ ജയിച്ച് സിയോനിൽ വെച്ച് പുതിയ യെരൂശലേമിനടുത്ത് നമ്മുടെ മേൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്ന് നാം യാത്ര പറയുന്നതിന് മുൻപേ പണി പൂർത്തിയാകണം. നാം പൂർണ്ണരായിത്തീരണം ഈ ലോകത്തിൽ. അതുകൊണ്ടാണ് ആദ്യകാലങ്ങളും പാടുമല്ലോ, പൂർണ്ണരായി പ്രിയനെ പോൽ ഇഹത്തിൽ ജീവിച്ചിടുന്നവർ പൂർണ്ണശോഭയോടെ സിയോനിൽ വാഴുമേ. പഴയ പാട്ടുകളാണ്. പൂർണ്ണരായി പ്രിയനെ പോൽ ഇഹത്തിൽ ജീവിച്ചിടുന്നവർ പൂർണ്ണശോഭയോടെ സിയോനിൽ വാഴുമേ. അപ്പോൾ പൂർണ്ണരായി ഞാനിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞാൻ പ്രാപിച്ചു എന്നല്ല, പ്രാപിക്കുവാനായി ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ നമ്മുടെ ഈ ലോകത്തിൽ വരുന്നതായ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, കഷ്ടങ്ങൾ, നിന്ദകൾ, ഓരോന്നോരോന്നും നമ്മളിലുള്ള ജഡ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കത് അനുഗ്രഹമായി തീർന്നിരിക്കുന്നത് ഓരോന്ന്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്നത് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും നമുക്കെതിരായി സംസാരിക്കുന്നതും പ്രയാസങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം നമ്മുടെ അകത്തുള്ള ജഡ സ്വഭാവങ്ങൾ വെളിപ്പെടുവാൻ കാരണമാകുന്നു. ജഡസ്വഭാവങ്ങൾ വെളിപ്പെടുമ്പോൾ കർത്താവേ ഇത് നിന്റെ വചനപ്രകാരമല്ലല്ലോ, ഇതിനെ ജയിപ്പാൻ എനിക്ക് കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മളിൽ വന്ന് സമർപ്പിച്ച് ജയിപ്പാനിടയാകും. അങ്ങനെ ജയിച്ച് ഒടുവിൽ യേശുവിനോടുകൂടെ യേശുവിൻ്റെ സിംഹാസനം ഇരിപ്പാൻ യോഗ്യരായിത്തീരും. നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പദവി കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത്, പിതാവേ ഞാൻ നിന്നിലായിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കാൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ സഭ നാലും കൂടെ ഒന്നായി. ഇപ്പോൾ ത്രിയേകമെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നിത്യതയിൽ എങ്ങനെയാണ്? നാലും കൂടെ ഒന്നാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ സഭ. ഇത്ര ശ്രേഷ്ഠമേറിയ പദവിയിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ എപ്രകാരമുള്ള ആയിത്തീരുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് നമുക്കറിയാം, അവൻ വെളിപ്പെടുമ്പോൾ നാമും അവനെ പോലെ ആയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു താണ നിലയല്ല, ക്രിസ്തുവിനെ പോലെ. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചത്, നാം തന്നെ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 19-ന്റെ 6, 7, 8 പറയുന്നത്, കാന്തയോ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. തന്നെത്താൻ ഒരുക്കുക, നാം തന്നെ ഒരുങ്ങി. യഹോവയായ ദൈവം നമ്മളെ സൃഷ്ടിച്ചു, സൃഷ്ടിതാവ്. അതിനുശേഷം നമ്മളെ മണ്ണുകൊണ്ട് സൃഷ്ടി. ഇത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ ജയിച്ച് അവനെ പോലെ ആയി തീരുവാനുള്ള ഭാഗ്യം നമ്മൾക്ക് തന്നിട്ടുണ്ട്. നാം തന്നെ ജയിച്ചു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2:12 പറയുന്നത്, നിങ്ങളെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നമ്മൾ തന്നെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ക്രൂശ് എടുക്കുക. കഷ്ടങ്ങൾ തന്നെ ത്യജിച്ച് കർത്താവ് നമ്മുടെ മേൽ ക്രൂശ് വയ്ക്കുകയല്ല. ചിലപ്പോൾ ചിലരെല്ലാം ചിന്തിക്കും, കർത്താവിൻ്റെ മുകളിൽ ഇത്ര വലിയ ക്രൂശ് വെച്ചിരിക്കുകയാണ്. കർത്താവ് ആരുടെ മേലും ക്രൂശ് വയ്ക്കുന്നവനല്ല. ഓരോരുത്തർ ക്രൂശ് എടുത്തോണം. എടുക്കാൻ പ്രയാസമാണ്, താഴെ ഇട്ടേച്ച് പൊയ്ക്കൊള്ളുക. ഹല്ലേലൂയ. കർത്താവ് ആരെയും ക്രൂശ് വെപ്പിച്ച്, കർത്താവ് ആരെയും നിർബന്ധിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവനല്ല. നാം നമ്മളെ തന്നെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഭാഗ്യം കർത്താവ് ആഗ്രഹിക്കുന്നു.
നാം അവനെ പോലെ ആയിത്തീരണം.